ആ അങ്ങനെ മറക്കാൻ പറ്റുമോ മദറേ? എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. തീർച്ചയായും ഞങ്ങൾ എല്ലാവരും വരും. ഞാൻ മക്കളോട് പറയാം. എന്നാ ശരി. പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാണ് വലിമിച്ച് ഇങ്ങനെ ഫോണേക്കൂടെ സ്തുതി കൊടുക്കുന്നത്? അത് സിസ്റ്റർ ആൻറ്റിയുടെ മടത്തിന്നാ. മദറാവാവേ വിളിച്ചത്. നമ്മളെ മഠത്തിലേക്ക് ക്ഷണിക്കാനാ വിളിച്ചത്. നമ്മൾ ക്ഷണിക്കണ എന്തിനാ വലിമിച്ച്? അതൊരു വലിയ കഥയാവാവേ. ഈ നാട്ടിലെ അനേകം ആളുകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ കഥ. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് യാത്രാ സൗകര്യങ്ങളെല്ലാം കുറവായിരുന്ന ഒരു കാലത്ത് മിഷൻ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ നാട്ടിൽ നിന്നും കുറേ പെൺകുട്ടികൾ കടൽ കടന്ന് ഫ്രാൻസിലേക്ക് പോയി. അവിടെ ദൈവപുരുഷനായ ഒരച്ഛനാൽ സ്ഥാപിതമായ സഭയിൽ ചേർന്ന് അവർ കന്യാസ്ത്രീകളായി അവിടെ സേവനം തുടർന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആ സന്യാസ സഭ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നു. നിൻ്റെ പപ്പയൊക്കെ ചെറുതായിരുന്ന സമയം ഫോൺ സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന നാളുകൾ. അന്നൊക്കെ ആളുകൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു വാവേ. ദാരിദ്ര്യവും രോഗവും പട്ടിണിയും നിറഞ്ഞ കാലം. ആ സമയത്ത് ജാതിയോ മതമോ നോക്കാതെ എല്ലാ കുടുംബങ്ങൾക്കും തണലായി മാറിയത് ഈ സന്യാസിനിമാരായിരുന്നു. ഇവരുടെ കാരുണ്യവും സ്നേഹവും സാന്ത്വനവും കൊണ്ടാണ് ഒരുപാട് പേര് തളരാതെ ജീവിച്ചു പോയത്. ഈ സിസ്റ്റർമാരുടെ വലിയ മാതൃകീയ സേവനം കണ്ടിട്ടാ നിന്റെ സിസ്റ്റർ ആൻറ്റിമാർ മടത്തിച്ചേർന്നത്. ഇപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അവിടുത്തെ മദറാ. കേരളത്തിൽ സിസ്റ്റർ ആൻറ്റിയുടെ മഠം തുടങ്ങിയിട്ട് 50 വർഷത്തിൻ്റെ ആഘോഷമാണ് പുതുശ്ശേരിയിൽ. നമ്മളോട് എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോകണ്ടേ വാവേ? പിന്നെ അല്ലാതെ വലിമിച്ച് നമുക്ക് എന്തായാലും പോവാം. എന്നിട്ട് നോക്കിക്കേ, ജൂബിലിയുടെ ക്ഷണക്കത്ത് പത്രത്തിലും വന്നിട്ടുണ്ട്.